തകർന്ന ജനലിലൂടെ രാഘവൻ ആ ഇരുട്ടിലേക്ക് എടുത്തു ചാടി. താഴെ ചെളി നിറഞ്ഞ മണ്ണിലേക്കാണ് അയാൾ വീണത്. വീഴ്ചയുടെ ആഘാതത്തിൽ രാഘവന്റെ തോളിൽ ഒരു കൊളുത്തി വലിക്കുന്ന വേദന അനുഭവിച്ചു. മുഖത്തും കൈകളിലും ചെളി തെറിച്ചു. കോരിച്ചൊരിയുന്ന മഴ അയാളുടെ കാഴ്ചയെ മറയ്ക്കാൻ ശ്രമിച്ചു. രാഘവൻ പല്ലിറുമിക്കൊണ്ട് മെല്ലെ എഴുന്നേറ്റു. മഴത്തുള്ളികൾ സൂചികൾ പോലെ ശരീരത്തിൽ തറയ്ക്കുന്നുണ്ടായിരുന്നു. അയാൾ മുന്നിലേക്ക് നോക്കി. മിന്നൽ വെളിച്ചത്തിൽ ദൂരെ കാടിൻ്റെ അതിർത്തിയിൽ ആ നിഴൽ രൂപം വീണ്ടും കണ്ടു. നീ എവിടേക്കോടിയാലും നിന്നെ ഞാൻ പിടിക്കും റോയ്. മേനോന്റെ പിയെ റോയ് ആണതെന്ന് രാഘവൻ ഉറപ്പിച്ചു. എന്തിനാണ് അവൻ ഓടുന്നത്? അവനാണോ കഠാര എടുത്തത്? ചോദ്യങ്ങൾ രാഘവന്റെ മനസ്സിനെ വേട്ടയാടി. അയാൾ തൻ്റെ തോക്ക് മുറുക്കെ പിടിച്ച് ആ നിഴൽ രൂപത്തിന് പിന്നാലെ ഓടാൻ തുടങ്ങി. ദ്വീപിലെ ആ കാട് പകൽ സമയത്ത് പോലും ഭയപ്പെടുത്തുന്ന ഒന്നായിരുന്നു. ഇപ്പോൾ ഈ പേമാരിയിലും കൂരിരുട്ടിലും അതൊരു ശരിക്കുമുള്ള മരണച്ചുഴിയായി മാറിയിരിക്കുന്നു. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള മരങ്ങൾ രാഘവന് നേരെ കൈകൾ നീട്ടി നിൽക്കുന്ന പ്രേതങ്ങളെപ്പോലെ തോന്നിപ്പിച്ചു. ഇവിടെ എവിടെയോ അവനുണ്ടായിരുന്നു. രാഘവൻ പെട്ടെന്ന് ഓട്ടം നിർത്തി. ആ നിഴൽ രൂപം കണ്ണിൽ നിന്ന് മറഞ്ഞിരിക്കുന്നു. കനത്ത മഴയിൽ കാൽപ്പാടുകൾ പോലും മാഞ്ഞു തുടങ്ങി. രാഘവൻ ടോർച്ച് വെളിച്ചം മരങ്ങൾക്കിടയിലേക്ക് പരതി. കാറ്റിൻ്റെ ഇരമ്പലല്ലാതെ മറ്റൊന്നും കേൾക്കാനില്ല. എനിക്ക് വഴി തെറ്റിയോ? അതോ അവൻ എന്നെ കബളിപ്പിച്ചതാണോ? ഇല്ല, അവൻ ഈ വഴിയെയാണ് വന്നത്. പെട്ടെന്നാണ് രാഘവന്റെ ടോർച്ച് വെളിച്ചം ഒരു മുള്ളുവേലിയിലുടക്കിയത്. അവിടെ നനഞ്ഞു കുതിർന്ന ഒരു കീറിയ തുണിക്കഷ്ണം തങ്ങി നിൽക്കുന്നു. ഇളം നീല നിറം. അത് റോയിയുടെ ഷർട്ടിൻ്റെ ഭാഗമായിരുന്നു. അവൻ പഴയ ലൈറ്റ് ഹൗസിലേക്കുള്ള വഴിയെയാണ് പോയത്. രാഘവൻ ആ ദിശയിലേക്ക് നടക്കാൻ തുടങ്ങി. ഓരോ ചുവടും ശ്രദ്ധിച്ചാണ് വെച്ചത്. കാടിൻ്റെ ഇരുളിൽ നിന്ന് ഏതു നിമിഷവും ഒരാക്രമണം അയാൾ പ്രതീക്ഷിച്ചു. ചെളിയും മുള്ളുകളും നിറഞ്ഞ വഴിയിലൂടെ അയാൾ മുന്നോട്ട് നീങ്ങി. റോയ്, നീ ഒളിച്ചിരുന്നിട്ട് കാര്യമില്ല. പുറത്തു വാ. നിന്നെ ഞാൻ കണ്ടു കഴിഞ്ഞു. കീഴടങ്ങുന്നതാണ് നിനക്ക് നല്ലത്. രാഘവന്റെ ശബ്ദം കാട്ടിൽ പ്രതിധ്വനിച്ചു. ഒരു നിമിഷം അവിടെ കനത്ത നിശബ്ദത പടർന്നു. മഴയുടെ ശബ്ദം പോലും നിലച്ചതുപോലെ. പിന്നെ കാടിനെ നടുക്കിക്കൊണ്ട് ആ ശബ്ദമുയർന്നു കേട്ടു. ഒരു മനുഷ്യന്റെ മരണവെപ്രാളമായിരുന്നു. കാടിൻ്റെ ഉള്ളിൽ നിന്ന് കുറച്ചകലെ ആ നിലവിളി ഉയർന്നു കേട്ടു. രാഘവൻ ഞെട്ടിത്തറിച്ചു. റോയ്! രാഘവൻ ശബ്ദം കേട്ട ഭാഗത്തേക്ക് കുതിച്ചു പാഞ്ഞു. മുള്ളുകൾ ശരീരത്തിൽ പോറലേൽപ്പിച്ചതും കാലുകൾ ചെളിയിൽ പുതഞ്ഞതും അയാൾ അറിഞ്ഞില്ല. ആ നിലവിളി പെട്ടെന്ന് നിലച്ചു. ഇപ്പോൾ വീണ്ടും മഴയുടെ ശബ്ദം മാത്രം. രാഘവൻ ഓടിക്കിതച്ച് ഒരു വലിയ വടവൃക്ഷത്തിൻ്റെ ചുവട്ടിലെത്തി. അയാൾ ടോർച്ച് വെളിച്ചം താഴേക്ക് തെളിച്ചു. ആ കാഴ്ച കണ്ട് രാഘവന്റെ കാലുകൾ മരവിച്ചുപോയി. ദൈവമേ! റോയ്! മരത്തിൻ്റെ ചുവട്ടിൽ ചെളിയിൽ റോയ് ഇരിക്കുന്നു. ഒരു പാവയെപ്പോലെ ചാരി വച്ചിരിക്കുകയാണ്. അവൻ്റെ കണ്ണുകൾ ഭയം കൊണ്ട് തുറിച്ചു നിൽക്കുന്നു. പക്ഷേ അവന് ജീവനുണ്ടായിരുന്നില്ല. രാഘവൻ സാവധാനം റോയിയുടെ അടുത്തേക്ക് കുനിഞ്ഞു. മേനോന്റെ നെഞ്ചിൽ നിന്ന് കാണാതായ ആ പഴയ കഠാര ഇപ്പോൾ റോയിയുടെ കഴുത്തിൽ ആഴ്ന്നിറങ്ങിയിരിക്കുന്നു. രക്തം മഴവെള്ളത്തോടൊപ്പം ഒഴുകിയിറങ്ങുന്നു. ഇതൊരു കെണിയായിരുന്നു. ഞാൻ ചേസ് ചെയ്തത് കൊലയാളിയെയല്ല, ഇരയെയായിരുന്നു. കൊലയാളി എന്നെക്കാൾ ഒരു പടി മുന്നിലാണ്. റോയിയുടെ മരണം നടന്നിട്ട് നിമിഷങ്ങളേ ആയുള്ളൂ. കൊലയാളി ഇപ്പോഴും ഇവിടെ അടുത്തുണ്ടാകാം. രാഘവൻ പെട്ടെന്ന് തോക്ക് കയ്യിലെടുത്തു. ചുറ്റും നോക്കി. ആരുമില്ല. വീണ്ടും റോയിയെ പരിശോധിച്ചപ്പോൾ അവൻ്റെ ഷർട്ടിൻ്റെ പോക്കറ്റിൽ ഒരു കടലാസ് കഷ്ണം കണ്ടു. ചോര പുരണ്ട നരഞ്ഞ ആ കടലാസ് രാഘവൻ തുറന്നു നോക്കി. വിറയ്ക്കുന്ന കൈപ്പടയിൽ അതിലിങ്ങനെ എഴുതിയിരുന്നു: അവൻ തിരിച്ചു വന്നു. ആരാണവൻ? 10 വർഷം മുൻപ് മരിച്ചെന്ന് കരുതുന്ന ആരെങ്കിലുമാണോ? അതോ അതിഥികളിൽ ഒരാളോ? റോയ് എന്തോ കണ്ടിരുന്നു. അതുകൊണ്ടാണ് അവൻ കൊല്ലപ്പെട്ടത്. ഇരുട്ടിൽ നിന്ന് ആരോ തന്നെ ഉന്നം വയ്ക്കുന്നുണ്ടെന്ന് രാഘവൻ തിരിച്ചറിഞ്ഞു. കളി കൂടുതൽ അപകടകരമാകുകയാണ്.